കത്തോലിക്കരായ എല്ലാ വിശ്വാസികളോടും കത്തോലിക്കരെ നയിക്കുന്ന എല്ലാ ഇടയന്മാരോടും ഒരു വിനയ അഭ്യർത്ഥനയുള്ളൂ. നമ്മൾ ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവരെ കൂട്ടുപിടിക്കുന്നു. ആ കൂട്ടുപിടിച്ച് നമ്മൾ പ്രതിരോധിച്ച് തിരിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വാസികൾ ആരും പള്ളി കണ്ടുകൊള്ളണമെന്നില്ല. എല്ലാം ഇൻഡിപെൻഡന്റ് വിശ്വാസികളായി എല്ലാത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇവർ മാറിപ്പോകും എന്നതൊരു ദയനീയ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് വ്യക്തിപരമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈശോ എൻ്റെ ജീവനാണ്. അതായത് എൻ്റെ ഹൃദയം എൻ്റെ ഈശോയാണ്. പക്ഷെ തലച്ചോറ് മുതൽ ഉള്ളംകാല് വരെയുള്ള എൻ്റെ എല്ലാ സെല്ലുകളും പിടക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ്. സഭയോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ട് എൻ്റെ ജീവൻ കൊടുക്കാൻ, എൻ്റെ രക്തം മുഴുവനും സഭയുടെ രക്തബാങ്കിലേക്ക് കൊടുക്കാൻ തയ്യാറായി നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അപ്പോളജറ്റിക്കൽ ഡെസ്ക് കത്തോലിക്കരുടെ മേഖലയിൽ ഉണ്ടാവുകയും കത്തോലിക്കരുടെ പഠനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെ ഡിഫെൻസ് ചെയ്യാനുമുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഓർഗനൈസ് ചെയ്തിട്ടില്ല എങ്കിൽ, അത് KCBC തലത്തിൽ വേണമെങ്കിൽ അങ്ങനെയാകാം, ഇനി അതല്ലെങ്കിൽ സീറോ മലബാർ തലത്തിലോ ഇനി അല്ലെങ്കിൽ സീറോ മലങ്കര തലത്തിലോ ഏത് മേഖലയിൽ നിന്നായാലും അങ്ങനെ ഒരു അപ്പോളജറ്റിക്കൽ ഡെസ്ക് ഫോം ചെയ്യുകയും ഇതിനെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിൽ വന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഈ മുസ്ലിമീങ്ങളോടെല്ലാം മല്ലിട്ട്, അല്ലെങ്കിൽ ഈ ലൗജിഹാദികളോടെല്ലാം മല്ലിട്ട്, അല്ലെങ്കിൽ ഈ എക്സ്ട്രീം തീവ്രവാദികളായ മുസ്ലിമീങ്ങളോടൊക്കെ ഒന്ന് മല്ലിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വാസികളാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഒരു സംശയം. ഈ മുസ്ലിങ്ങളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. അത് ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ഇതിലൂടെ ചേരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ വെച്ച് നീട്ടി അപ്പക്കാഷണം കണ്ടുകൊണ്ട് മാറി നിന്നാൽ അവർക്ക് ഞാൻ ഈ പറഞ്ഞ മാർട്ടിൻ നിമോളർ പറഞ്ഞ ഗതി വരും. അവസാനം ചുറ്റും നോക്കുമ്പോ ആരും കാണത്തില്ല, എല്ലാരും പോയി കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒരു പക്ഷേ ഈ മുസ്ലിമീങ്ങളോടെല്ലാം മല്ലിട്ട്, അല്ലെങ്കിൽ ഈ ലൗജിഹാദികളോടെല്ലാം മല്ലിട്ട്, അല്ലെങ്കിൽ ഈ എക്സ്ട്രീം തീവ്രവാദികളായ മുസ്ലിമീങ്ങളോടൊക്കെ ഒന്ന് മല്ലിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വാസികളാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഒരു സംശയം. പറഞ്ഞ ഗതി വരും. അവസാനം ചുറ്റും നോക്കുമ്പോ ആരും കാണത്തില്ല, എല്ലാരും പോയി കഴിഞ്ഞിരിക്കും. അങ്ങനെ മുസ്ലിമീങ്ങളോടൊക്കെ ഒന്ന് മല്ലിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വാസികളാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഒരു സംശയം. പ്രത്യേകിച്ച് പെന്തക്കുസ്തുകാരെയോ അല്ലെങ്കിൽ മറ്റൊരു സഭയോ എടുത്തു പറയുന്നില്ല. അകത്തോലിക്കരായ ആളുകൾ, അകത്തോലിക്കർ എന്ന് പറയുമ്പോൾ കത്തോലിക്കരെന്ന് അഭിമാനിക്കുകയും കത്തോലിക്കരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യുന്ന അകത്തോലിക്കരുണ്ട്. അവരുടെ പേരാണ് ഇൻഡിപെൻഡന്റ് മിഷണറിമാർ. അവരുടെ പ്രിറ്റൻസിൽ അവർ കത്തോലിക്കരാണെന്ന് തോന്നും, പക്ഷേ കത്തോലിക്ക സഭക്കകത്ത് നിന്ന് കത്തോലിക്ക സഭയുടെ മുഴുവൻ പഠനങ്ങളും തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇൻഡിപെൻഡന്റ് മിഷണറിമാർ എന്ന് ഒറ്റ വാക്കിൽ ഞാൻ അതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. അങ്ങനെ ഇവരെ കൂട്ടുപിടിച്ച് നമ്മൾ കത്തോലിക്കര് ഇസ്ലാമിനെ നേരിടാൻ തുടങ്ങി. പലപ്പോഴും നമ്മളുടെ കത്തോലിക്കരായ ചെറിയ വിശ്വാസികൾ ധ്യാനം കൂടിയിട്ട് അല്പം ഇമോഷണലി വിശ്വാസം വളർന്നു പോയ ആളുകൾ എന്ത് ചെയ്യും? ഇസ്ലാമിന്റെ ചോദ്യത്തിനൊക്കെ മറുപടി കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെ അതിനുവേണ്ടി, അതായത് പ്രതികരിക്കണമല്ല, അതായത് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കണമെന്ന് കൊതി വരുമ്പം ഇസ്ലാമിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വേണ്ടി ഈ പെന്തക്കുസ്തുകാരെ കൂട്ടുപിടിക്കുക. പെന്തക്കുസ്ത് എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ആ ഒരു പെന്തക്കുസ്തുകാരെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും പറയുന്നു, പറഞ്ഞു പഠിച്ചത് എങ്ങനെ ആയതുകൊണ്ട് ആ വാക്ക് വരുന്നത്. അകത്തോലിക്കരായ ആളുകളെ കൂട്ടുപിടിക്കുകയും ഇവരുമായി മിങ്കിൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇവരുമായി മിങ്കിൾ ചെയ്തിട്ട്, അതായത് മറ്റ് ഡിനോമിനേഷനുമായി മിങ്കിൾ ചെയ്തിട്ട് കുറച്ച് കത്തോലിക്കർ ചേർന്ന് ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും വളരെ വൈറലാണ്. ഞാൻ ഒരു തികഞ്ഞ ക്രിസ്ത്യാനിയും തികഞ്ഞ കത്തോലിക്ക